ബാർക്കോഴ കേസിൽ കേസ് ഡയറി ഹാജരാക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, വിശദാംശങ്ങൾ. സൗമ്യ, സുകേശൻ കേസ് ബാർക്കോഴ ആരോപണത്തിൽ അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡി കേസിൽ ഇടപെട്ട് അട്ടിമറി നടത്തി എന്ന് ആരോപിച്ചുകൊണ്ട് പൊതുപ്രവർത്തകനായിരിക്കുന്ന പായിച്ചർ നവാസാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. കേസ് ഇപ്പോൾ കോടതി ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ്. കേസിൽ നിലവിൽ പഴയ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP സുകേശിന്റെ കയ്യിലാണ് നിലവിൽ കേസ് ഡയറി അടക്കമുള്ള വിശദാംശങ്ങളുള്ളത്. അതിൽ കേസ് ഡയറിയിൽ കൃത്രിമത്വം നടക്കാനുള്ള സാധ്യതയുള്ളതിനാൽ കോടതിയിൽ വിളിച്ചു വരുത്തി പരിശോധിക്കണമെന്ന ഹർജിയിലെ ഭാഗം കോടതി അംഗീകരിച്ചു. അടിയന്തരമായി കേസ് ഡയറി ഹാജരാക്കാൻ SP R സുകേഷ് വിജിലൻസ് കോടതി നിർദ്ദേശവും നൽകി. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും അതിനെ വിജിലൻസിന്റെ അഭിഭാഷകൻ എതിർത്തു. തുടർന്ന് അടുത്ത പ്രവൃത്തി ദിവസം കോടതി ചേരുമ്പോൾ തന്നെ കേസ് ഡയറി ഹാജരാക്കിക്കൊള്ളാമെന്ന് വിജിലൻസിന്റെ അഭിഭാഷകന്റെ വാദം കോടതി മുഖവിലേക്ക് എടുത്തുകൊണ്ട് സെപ്റ്റംബർ 22-ാം തീയതി ഇനി വരുന്ന സിറ്റിംഗിൽ കേസ് ഡയറി ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ വിജിലൻസ് പ്രത്യേക കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സൗഖ്യം ജീവനാണ് വിവരങ്ങൾ നൽകിയത്. മുൻ മന്ത്രി കെ ബാബുവിനെതിരെ രജിസ്ട്രേഷൻ ഐജിക്ക് വിജിലൻസ് കത്ത് നൽകി. ബാബുവിന്റെയും ബിനാമിമാരുടെയും സ്വത്ത് വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. കെ ബാബുവിനെതിരായ അന്വേഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് വിജിലൻസ് രജിസ്ട്രേഷൻ ഐജിക്ക് കത്തയച്ചിരിക്കുന്നത്. ബാബുവിന്റെയും ബിനാമികളുടെയും സ്വത്തുക്കൾ കണ്ടെത്തുന്നതിനാണ് ഇത്തരമൊരു നടപടി വിജിലൻസ് സ്വീകരിച്ചിരിക്കുന്നത്. ബാബുവിനെ കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ, മരുമക്കൾ എന്നിവരുടെ വിശദാംശങ്ങളും കത്തിലുണ്ട്. ബിനാമികളായ ബാബുറാം, മോഹനൻ എന്നിവരുടെ പേരുകളും കത്തിൽ സൂചിപ്പിക്കുന്നു. ഇവരുടെ പേരിൽ സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഭൂമിയുണ്ടോ എന്നറിയാനാണ് രജിസ്ട്രേഷൻ ഐജിക്ക് കത്തയച്ചിരിക്കുന്നത്. ഭൂമി ഇടപാടുകൾ കൂടാതെ മറ്റേതെങ്കിലും രഹസ്യ കരാറുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും വിജിലൻസ് തേടുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധനയും റെയ്ഡും ഉൾപ്പെടെ പ്രാഥമിക തെളിവെടുപ്പ് വിജിലൻസ് ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റേതെങ്കിലും രഹസ്യ അക്കൗണ്ടുകൾ ബാബുവിൻ്റെയോ ബന്ധുക്കളുടെയോ ബിനാമികളുടെയോ പേരിൽ ഉണ്ടോ എന്നറിയാൻ ബാങ്ക് മേധാവികൾക്കും വിജിലൻസ് കത്തയച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത രേഖകളുടെ സമഗ്ര പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ബാബുവിൻ്റെയും PAയുടെയും വിദേശയാത്രകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. ഒരാഴ്ചയ്ക്കകം രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയാൽ വിജിലൻസ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിവരങ്ങൾ വിജിലൻസ് ശേഖരിക്കുന്നു. മലേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് നിരവധി തവണ ഇയാൾ വിദേശയാത്ര നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് PAയുടെ വിദേശയാത്രകൾ പരിശോധിക്കുന്നത്. ബാബുവിന്റെ വിദേശയാത്രാ വിവരങ്ങൾ പരിശോധിക്കുന്നതോടൊപ്പമാണ് PAയുടെ യാത്രകളും അന്വേഷിക്കുന്നത്. 20 വർഷമായി ബാബുവിനോടൊപ്പമുള്ള ഇയാൾ ബാബു മന്ത്രിയായിരുന്ന വേളയിലാണ് വിദേശയാത്രകൾ നടത്തിയത്. മലേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി തവണ യാത്ര നടത്തിയതിൻ്റെ വിവരങ്ങൾ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു യാത്ര, ആരെയൊക്കെ കണ്ടു, എവിടെ താമസിച്ചു എന്നീ വിവരങ്ങൾ ശേഖരിക്കാനാണ് വിജിലൻസിൻ്റെ തീരുമാനം. ഇയാൾക്ക് വിദേശത്ത് ചില വ്യവസായ സ്ഥാപനങ്ങളുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയായ ഇയാൾ വൈറ്റ്ലയിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിൻ്റെ തടിമില്ലിലെ സഹായിയായാണ് വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്തെത്തിയത്. പിന്നീട് ബാബുവിനോടൊപ്പം കൂടുകയായിരുന്നു. ഇതിനുശേഷം ഇയാളുടെ സാമ്പത്തിക വളർച്ച അമ്പരപ്പിക്കുന്നതായിരുന്നു. ഇതിനു പിന്നിൽ ബാർക്കോഴ പണമടക്കമുള്ള സാമ്പത്തിക സ്രോതസ് ഉണ്ടോ എന്ന് വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. PAയെക്കുറിച്ചുള്ള അന്വേഷണം ബാബുവിലെത്തുമെന്ന നിഗമനത്തിലാണ് വിജിലൻസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി സമർപ്പിച്ച ഹർജിയിൽ സർക്കാരിനോട് നിലപാടറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസ് ഈ മാസം 22-ന് വീണ്ടും പരിഗണിക്കും. തനിക്കെതിരെയുള്ള FIR നിലനിൽക്കില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ വാദം. മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ മുൻ MD K പത്മകുമാറിന് ജാമ്യം. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, വിശദാംശങ്ങൾ. സൗമ്യ, തൃശൂർ വിജിലൻസ് കോടതിയാണ് ഇപ്പോൾ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ മുൻ MD K പത്മകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. പത്മകുമാറിന്റെ പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുമുള്ള നിർദ്ദേശമാണ് കോടതി മുമ്പോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സെപ്റ്റംബർ 5-ന് വൈകിട്ടാണ് പാലക്കാട് വിജിലൻസ് DVSP ഓഫീസിൽ വിളിച്ചു വരുത്തി K പത്മകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിജിലൻസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത്. മലബാർ സിമന്റ്സിൽ നിന്നും സിമന്റ് ഡീലർമാർക്ക്
വില നിർണ്ണയിച്ച് നൽകിയതിലെ അഴിമതി നടന്നുവെന്ന ആരോപണത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. 2.7 കോടി രൂപയുടെ അഴിമതി ആരോപണത്തിന് മേലാണ് ആദ്യം കസ്റ്റഡിയിലെടുത്തതെങ്കിലും മറ്റ് 3 കേസുകൾ കൂടി പത്മകുമാർ പ്രതിയായിരുന്നു. ക്ലിങ്കർ ഇറക്കുമതിയിൽ 5.5 കോടി രൂപയും ഫ്ലൈ ആഷ് ഇടപാടിൽ 18.75 കോടിയുടെയും വെയർഹൌസ് ഗോഡൌണിൽ സിമന്റ് സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപ എന്നിങ്ങനെ 3 കേസുകളിൽ കൂടി പത്മകുമാർ പ്രതിയായിട്ടുണ്ടായിരുന്നു. ഈ കേസുകൾ കൂടിയുള്ള ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ ദിവസം നടന്നു വന്നത്. എന്നാൽ കഴിഞ്ഞ ഈ മാസം 1-ാം തീയതി പത്മകുമാറിന്റെ ഔദ്യോഗിക വസതിയിലും ഓഫീസിലും നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളാണ് ചോദ്യം ചെയ്യലിൽ പത്മകുമാർ സ്വീകരിച്ചത്. അതോടൊപ്പം ഈ ഡയറക്ടർ ബോർഡ് ചേർന്നാണ് ഇത്തരത്തിൽ എല്ലാ തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻ മാനേജിംഗ് ഡയറക്ടറായിരുന്ന തനിക്ക് മാത്രമായി ഉത്തരവാദിത്വമില്ല, പ്രതി ആക്കപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇക്കാര്യത്തിൽ തുല്യ ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്ന വാദം തന്നെയാണ് കോടതിയിലും വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിലും പത്മകുമാർ ആവർത്തിച്ചത്. ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോഴും പ്രതിഭാഗം ഇത്തരത്തിലുള്ള വാദങ്ങൾ മുമ്പോട്ട് വെച്ചു. അപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം ഇത്തരത്തിലായിരുന്നു. ഈ തുടർന്നുള്ള അന്വേഷണത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ ഇത്തരത്തിൽ പ്രതി ചേർക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായാൽ ആ ഘട്ടത്തിൽ അവരെ പ്രതി ചേർക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കും എന്ന കാര്യമാണ് അറിയിച്ചത്. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതി ആരോഗ്യ കാരണങ്ങളും അതുപോലെ തന്നെ ഈ ചോദ്യം ചെയ്യലിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. തുടർന്നും കസ്റ്റഡിയിൽ വിടണമെന്നുള്ള ആവശ്യം അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കാനുള്ള ആവശ്യം നിരാകരിക്കണമെന്ന തരത്തിൽ ജാമ്യാപേക്ഷയ്ക്കൊപ്പം പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്മകുമാറിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കി അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന ഘട്ടത്തിലെല്ലാം ഹാജരാകാം എന്ന ഒരു ഉറപ്പിന്മേലാണ് ജാമ്യം അനുവദിക്കുന്നത്. ഒരുപക്ഷെ ദിൽജിത്ത്, കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിലൊക്കെ തന്നെയും പത്മകുമാറിന്റെ നില കൂടുതൽ പരുങ്ങലാവുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പത്മകുമാർ തന്നെ പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന് കോടതിയിലും ആവർത്തിച്ച് പറഞ്ഞത് ഈ ഒരു വിഷയമാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് മാത്രമല്ല പങ്ക് എന്നുള്ളൊരു വിഷയം. ഈ ഒരു സംഭവത്തിൽ തന്നെ പ്രത്യേകിച്ച് കോടതിയും ആ വിധത്തിൽ നിരീക്ഷിക്കാൻ തയ്യാറായ ഒരു പശ്ചാത്തലത്തിൽ കൂടി വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമോ കാര്യമായ രേഖകൾ ശേഖരിക്കലോ ഒക്കെ ആയിരിക്കുമോ ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്? സൗമ്യ, ഈ പ്രാഥമിക ഘട്ടത്തിൽ ആദ്യമായി നടന്ന അന്വേഷണം ഈ സിമന്റ് ഡീലർമാർക്ക് വില നിർണ്ണയിച്ച് നൽകിയതിൽ വിവേചനം കാട്ടിയെന്ന ആരോപണമാണ്. അതായത് പതിറ്റാണ്ടുകളായി മലബാർ സിമന്റുമായി ഇടപാടുകളിൽ ഉണ്ടായിരുന്ന ചില കമ്പനികൾക്ക് മറ്റ് ഡീലർമാരെക്കാൾ വില കുറച്ചും മറ്റുള്ളവർക്ക് വില കൂട്ടിയും നൽകി എന്നൊരു രീതിയിലാണ് ആരോപണം ഉന്നയിച്ചത്. ഇത്തരത്തിൽ ആണ് പരാതികൾ ലഭിച്ചത്. ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയും തുടർന്ന് ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് പത്മകുമാറിന്റെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലും അദ്ദേഹത്തിന്റെ ഓഫീസിലും നടത്തിയ പരിശോധനയിൽ രേഖകൾ പിടിച്ചെടുത്തതെന്ന ഈ രേഖകൾ പരിശോധിക്കവേ മറ്റ് ഇദ്ദേഹത്തിന്റെ ആരോപണ വിധേയനായ മറ്റ് കേസുകൾ കൂടിയുള്ള തെളിവുകൾ ഇതിൽ ലഭിച്ചിരുന്നു എന്നാണ് വിജിലൻസിന്റെ നിലപാട്. പ്രത്യേകിച്ച് ക്ലിങ്കർ ഇറക്കുമതി, ഫ്ലൈ ആഷ് ഇടപാട്, വെയർഹൌസിൽ സിമന്റ് സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ട ഇടപാട്, ഇവ എല്ലാം കൂടി ചേർത്ത് 27 കോടി രൂപയുടെ അധിക അഴിമതി ഇടപാടുകളുടെ തെളിവുകൾ കൂടി വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കേസിൽ കൂടി ചോദ്യം ചെയ്യാൻ വിട്ടു നൽകണമെന്ന ഒരു അപേക്ഷ വിജിലൻസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചത്. എന്നാൽ അതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം അന്ന് വൈദ്യസഹായം നൽകാനായി വിട്ടിരുന്നു. തുടർന്നാണ് 2 ദിവസത്തെ ചോദ്യം ചെയ്യലിനായി വിട്ടു നൽകിയത്. വിശദമായ ചോദ്യം ചെയ്യലിൽ പിടിച്ചെടുത്ത രേഖകൾക്ക് വിരുദ്ധമായ മൊഴികളാണ് പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി മുൻപറഞ്ഞ കേസുകളിലെല്ലാം തന്നെ ആവശ്യമായ വിവരശേഖരണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. വിജിലൻസിന്റെ നടപടികൾ തുടർന്നും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സഹായകമായ രേഖകളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസ് നിലപാട്. അദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പുതിയറ BEM സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ഓണസദ്യയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ വിഭവങ്ങൾ നശിപ്പിച്ചു. അടുക്കളയിലും പരിസരത്തും മലം വിതറി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. തുടർന്ന് ഓണാഘോഷം പുനരാരംഭിച്ചു. ഡെങ്കിപ്പനി ബാധിതയായി ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ ഡോക്ടറും ആശുപത്രി സ്റ്റാഫും ചേർന്ന് പീഡിപ്പിച്ചു. ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് സംഭവം. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലാണ്
ദാരുണമായ സംഭവം നടന്നത്. ഡെങ്കിപ്പനി ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. ഗുരുതരാവസ്ഥയിൽ ICUവിലായിരുന്നു പെൺകുട്ടി. അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയെ മയക്കുമരുന്ന് കുത്തിവെച്ച ശേഷമായിരുന്നു ഡോക്ടറും ആശുപത്രി സ്റ്റാഫും ചേർന്ന് പീഡിപ്പിച്ചത്. ഒന്നിലേറെ തവണ ഇരുവരും ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ചതായാണ് വിവരം. ബോധം വീണ്ടു കിട്ടിയ പെൺകുട്ടി തന്റെ പിതാവിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പിതാവ് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഡോക്ടർ ചൌഹാൻ, ചന്ദ്രകാന്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്. യാത്രക്കാരെ പിഴിഞ്ഞുകൊണ്ടുള്ള റെയിൽവേയുടെ നിരക്ക് വർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ. തിരക്കിനനുസരിച്ച് റെയിൽവേ ടിക്കറ്റിന്റെ നിരക്ക് 1.5 ഇരട്ടി വരെ വർദ്ധിപ്പിക്കാനാണ് ഉത്തരവ്. രാജധാനി, തുരന്തോ, ശതാബ്ദി ട്രെയിനുകളുടെ യാത്രയ്ക്ക് 50% വരെ ടിക്കറ്റ് നിരക്ക് കൂട്ടാനാണ് നീക്കം. ഇത് ആദ്യഘട്ടമാണ്. പിന്നീട് എല്ലാ ട്രെയിനുകൾക്കും ഇത് ബാധകമാക്കാനാണ് ശ്രമം. റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഇത് തീവണ്ടി യാത്രക്കാരോടുള്ള കടുത്ത ചൂഷണമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സൗമ്യ വധക്കേസിൽ സർക്കാർ അഭിഭാഷകന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് VM സുധീരൻ. സർക്കാർ അഭിഭാഷകൻ വേണ്ടവിധം ഗൃഹപാഠം ചെയ്തില്ല. ഇക്കാര്യത്തിൽ മുതിർന്ന അഭിഭാഷകരുടെയും ക്രിമിനൽ അഭിഭാഷകരുടെയും സഹായം തേടി കേസിൽ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. ഗോവിന്ദച്ചാമിയെ പോലുള്ളവർ നിയമത്തിൻ്റെ പിടിയിൽ വന്ന് അതല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഈ കേസിൽ ഉണ്ടായില്ലെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ നിയമവാഴ്ചയുടെ പരാജയമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിയമവാഴ്ച നിലനിൽക്കുന്നില്ല, നിയമവാഴ്ച എന്നൊന്നും ഇല്ല എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നെത്തി. സംസ്ഥാനത്ത് മിൽമ പാലിന് അധിക വിലയീടാക്കി വ്യാപാരികളുടെ കൊള്ളയടി. 19 രൂപയുടെ പാലിന് 20 രൂപയാണ് വ്യാപാരികൾ ഈടാക്കുന്നത്. അമിത വില ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും മിൽമ ഇടപെടുന്നില്ല. പ്രതിമാസം 7 കോടിയിലധികം രൂപയാണ് വ്യാപാരികൾ കൊള്ളയടിക്കുന്നത്. മിൽമ പാലിന്റെ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനേക്കാൾ കൂടിയ വിലയ്ക്ക് പാൽ വിൽക്കുന്നുവെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് ഞങ്ങൾ ഒരു അന്വേഷണം നടത്തിയത്. അംഗീകൃത മിൽമ ബൂത്തുകളിലും മറ്റും വിൽക്കുന്ന പാൽ പാക്കറ്റിന്റെ വിലയേക്കാൾ 1 രൂപ അധികമായി വ്യാപാരികൾ ഈടാക്കുന്നുവെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. പാലിൻ്റെ വിലയെക്കുറിച്ച് തർക്കിച്ചാൽ പരിചയക്കാർക്ക് ചില്ലറയില്ല എന്ന കാരണം പറഞ്ഞ് പകരം മിഠായി നൽകുകയും അല്ലാത്തവർക്ക് പാലില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയുമാണ് ഇവർ ചെയ്യുക. പ്രതിദിനം 13 ലക്ഷം ലിറ്റർ പാലാണ് മിൽമ വിപണിയിലെത്തിക്കുന്നത്. ഉത്സവ സീസണിലെ വിൽപ്പന ഇതിൻ്റെ 2 ഇരട്ടിയാകും. പ്രതിദിനം ഒരു ഉപഭോക്താവിൽ നിന്നും ചെറിയ തുകയാണെങ്കിലും 1 രൂപ പ്രകാരം വ്യാപാരി ഈടാക്കുമ്പോൾ ഒരു മാസം ഇതിലൂടെ വ്യാപാരികൾക്ക് ലഭിക്കുന്നത് 7.5 കോടിയോളം രൂപയാണ്. സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും കൃത്യമായി നിയമങ്ങളും മറ്റും നിലവിലുള്ള നാട്ടിലാണ് ഈ പകൽക്കൊള്ള നടക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുരാജിനൊപ്പം ഷാജഹാൻ. കൊച്ചിയിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച പരിപാടിക്ക് നേരെ ഭീകരാക്രമണ ഭീഷണി. പാരീസ് ഭീകരാക്രമണ മാതൃകയിൽ വേദിയിലേക്ക് വാഹനമിടിച്ചു കയറ്റുമെന്നായിരുന്നു ഭീഷണി. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് വേദി മറ്റൊരിടത്തേക്ക് മാറ്റി. കനത്ത സുരക്ഷയിലാണ് പരിപാടി നടന്നത്. ഭീകരവാദത്തിനെതിരെ ഇന്നലെ കൊച്ചിയിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച പരിപാടിക്ക് നേരെയാണ് ഭീകരാക്രമണ ഭീഷണിയുണ്ടായത്. രാഹുൽ ഈശ്വർ ആയിരുന്നു മുഖ്യാതിഥി. ഉച്ചയോടെ ഭീഷണി സംബന്ധിച്ച കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാന പോലീസിന് ലഭിച്ചു. ചടങ്ങിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി പാരീസ് മാതൃകയിൽ ഭീകരാക്രമണം നടത്തുമെന്നായിരുന്നു ഭീഷണി. രാഹുൽ ഈശ്വർ പങ്കെടുക്കുന്നതിനുള്ള എതിർപ്പാണ് ഭീഷണിക്ക് കാരണമെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും ചടങ്ങിൽ പങ്കെടുക്കാൻ വരികയായിരുന്ന രാഹുൽ ഈശ്വറിനെ പനങ്ങാട് സ്റ്റേഷനിൽ വെച്ച് പോലീസ് തടഞ്ഞു. പിന്നീട് കനത്ത സുരക്ഷയിലാണ് യോഗസ്ഥലത്തെത്തിച്ചത്. ഹൈക്കോടതിക്ക് സമീപമായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്ന വേദി. പിന്നീട് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വേദി സെന്റ് ആൽബർട്ട്സ് കോളേജിലേക്ക് മാറ്റി. കനത്ത സുരക്ഷയിലായിരുന്നു പരിപാടി നടന്നത്. നഗരത്തിൽ വ്യാപകമായി വാഹന പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാവേരി നദീജലം തമിഴ്നാടിന് വിട്ടു നൽകുന്നതിൽ പ്രതിഷേധിച്ച് കർണാടകത്തിൽ ബന്ദ് തുടരുന്നു. കർണാടകത്തിലെ കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ബന്ദ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. അന്തർ സംസ്ഥാന ബസ് സർവീസുകളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. 15,000 ഘന അടി ജലം കാർഷികാവശ്യത്തിനായി തമിഴ്നാടിന് നൽകാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. കൂടുതൽ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്ത് ശുചിമുറി ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിന് 2ാം സ്ഥാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതൃകാ സംസ്ഥാനമായ ഗുജറാത്ത് 14ാം സ്ഥാനത്താണ്. സിക്കിമാണ് 1ാം സ്ഥാനത്ത്.
സാമ്പിൾ സർവേ ഓഫ് ഓഫീസ് നടത്തിയ സർവേയുടെ കണക്കുകളാണ് പുറത്തുവന്നത്. ഗ്രാമീണ മേഖലയിൽ ശുചിമുറി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം സിക്കിമാണ്. കേരളത്തിന് 2ാം സ്ഥാനമാണ്. കണക്കുകൾ പ്രകാരം കേരളത്തിൽ 96.4%, സിക്കിമിൽ 98.2% ആളുകളും ശുചിമുറി ഉപയോഗിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതൃസംസ്ഥാനമായ ഗുജറാത്ത് 14ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷം മെയ് ജൂൺ മാസങ്ങളിൽ നടത്തിയ സർവേയിൽ 3788 ഗ്രാമങ്ങളിലെ 73,176 വീടുകളാണ് ഉൾപ്പെടുത്തിയത്. ശുചിമുറി ഉപയോഗിക്കുന്നതിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും ഏറെ മുന്നിലാണ്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗാണ് സർവേയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല. ഹിമാചൽ പ്രദേശിലെ മണ്ഡിയാണ് മലയോര മേഖലയിൽ മുന്നിലുള്ള ജില്ല. കഴിഞ്ഞ വർഷത്തെ സർവേയിൽ നിന്ന് കാര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടുവെന്ന് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത ഗ്രാമവികസന മന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. മന്ത്രാലയത്തിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ആദ്യ 3 സംസ്ഥാനങ്ങളിൽ കേരളവും സിക്കിമും കൂടാതെ ഹിമാചലും ഇടം പിടിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പുഴ സെന്റ് ജോസഫ് വുമൻസ് കോളേജിൽ വിപുലമായ ഓണാഘോഷം നടന്നു. കേരളീയ വേഷത്തിലെത്തിയ വിദ്യാർത്ഥിനികൾ നൃത്തവും ഓണപ്പാട്ടുമൊക്കെയായി ആഘോഷം ഗംഭീരമാക്കി. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ കലാലയങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. വഞ്ചിപ്പാട്ടിൻ്റെയും തിരുവാതിരകളിയുടെയും അകമ്പടിയോടെയാണ് മങ്കമാർ കേരളീയ വസ്ത്രം ധരിച്ച് ഇന്ന് കലാലയങ്ങളിലെത്തിയത്. അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രോത്സാഹനം ഏറ്റുവാങ്ങിയാണ് നൃത്ത ചുവടുകളുമായി സുന്ദരിമാർ ക്യാമ്പസ് തകർത്താടിയത്. ഇതിനിടയിൽ പ്രത്യക്ഷപ്പെട്ട മാവേലി തമ്പുരാന്റെ ഉത്കണ്ഠ അക്ഷരാർത്ഥത്തിൽ വനിതാ ക്യാമ്പസിനെ ഞെട്ടിച്ചു. ഗോവിന്ദസ്വാമി സൗമ്യയെ കൊന്നതിന് തെളിവില്ല പോലും. എന്തൊരു കാലമാണല്ലേ! നമ്മളെ സംരക്ഷിക്കാൻ നിയമത്തിന് പോലും കഴിയുന്നില്ല. ഓണസദ്യയും പാൽപ്പായസവും കഴിച്ചാണ് ഒരാഴ്ചത്തെ അവധി ആഘോഷിക്കാൻ വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് മടങ്ങിയത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.